everyone, welcome to XNY Learning. നമ്മുടെ CM Kids Scholarship 2026 എക്സാമിന്റെ ഭാഗമായിട്ട് സോഷ്യൽ സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഓക്കെ, നെയിം ദ സോഷ്യൽ റിഫോമർ who argued for free and compulsory education to children up to 12 years. അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം? നമ്മുടെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ, അതായത് സൗജന്യമായിട്ട് നിർബന്ധമായിട്ടും കമ്പൽസറി എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വേണം എന്ന് വാദിച്ച, അതിനു വേണ്ടിയിട്ട് സമരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ സോഷ്യൽ റിഫോമർ, സാമൂഹിക സോഷ്യൽ റിഫോമർ ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ എ ജ്യോതിറാവ് ഫൂലെ, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആൻഡ് ഓപ്ഷൻ ഡി സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ എന്താണ് ആൻസർ? ഓപ്ഷൻ എ ജ്യോതിറാവു ഫൂലെയാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്ക് 12 വയസ്സ് വരെ ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട്, അതുപോലെ തന്നെ നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും 12 വയസ്സാകുന്നത് വരെ നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നേടണം എന്ന് വാദിച്ചിട്ടുള്ള ആള്. അപ്പോ മക്കളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്തെ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ ആൻസറും കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം. അങ്ങനെ പോകുന്നതിന് പകരം ഇപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആൻസർ എന്താണ്? ജ്യോതിറാവ് ഫൂലെ. അപ്പൊ ബാക്കിയുള്ള 3 ഓപ്ഷൻസും കൂടെ മക്കൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിനെ കുറിച്ചുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ചിലപ്പോൾ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്താവും, ഇതിലേതെങ്കിലും ഓപ്ഷനെ കുറിച്ചായിരിക്കും. അപ്പോ മക്കൾ അങ്ങനെ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ എന്ത് കിട്ടും, നമുക്ക് ഒരുപാട് കോണ്ടന്റ്സ് കിട്ടും കേട്ടോ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Name the poverty alleviation program through which 10 kg of rice per month is distributed free of cost through ration shops to people having no income and above 65 years of age. അപ്പൊ എന്താണ് നമ്മുടെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ആ പദ്ധതിയിലൂടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. എല്ലാ മാസവും 10 കിലോഗ്രാം അരി വരെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ആർക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് നോക്കാം. 65 വയസ്സിന് മുകളിലുള്ള ഇൻകം ഒന്നുമില്ലാത്ത, അതായത് ഒരു വരവുമില്ലാത്ത, ഒരു ഇൻകവും കിട്ടാത്ത, പെൻഷൻ ഒന്നും കിട്ടാത്ത വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് എല്ലാ മാസവും 10 കിലോ അരി റേഷൻ കടകളിലൂടെ കൊടുക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? അന്ത്യോദയ അന്ന യോജന. ഓപ്ഷൻ ബി അന്നപൂർണ. ഓപ്ഷൻ സി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, അതായത് MGNREGA എന്ന് പറയുന്ന പദ്ധതി. ആൻഡ് അവസാനത്തെ ഓപ്ഷൻ എന്താണ്? സ്വർണ ജയന്തി ഷഹരി റോസ്ഗർ യോജന. അപ്പൊ ഇതിൽ ഏത് പദ്ധതി പ്രകാരമാണ് 65 വയസ്സിന് മുകളിലുള്ള വൃദ്ധരായ ആളുകൾക്ക് എല്ലാ മാസവും 10 കിലോഗ്രാം വരെ അരി ഫ്രീ ആയിട്ട് റേഷൻ കടയിലൂടെ കൊടുക്കുന്നതെന്ന് മക്കൾ പറഞ്ഞേ? നമ്മൾ പഠിക്കുന്നതാണ് സ്കൂളിൽ. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി അന്നപൂർണയാണ് കേട്ടോ. അന്നപൂർണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി 3 പദ്ധതികളും എന്താണെന്ന് നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അന്ത്യോദയ അന്നയോജന പദ്ധതി എന്ന് പറയുന്നത്? നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു സ്കീമാണ്, ഒരു ഗവൺമെന്റ് പദ്ധതിയാണ്. അത് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ചീപ്പ് ഫുഡ് ഗ്രെയിൻസ് ടു ദ പുവറസ്റ്റ് ഫാമിലീസ് ത്രൂ ദ റേഷൻ സിസ്റ്റം. അതായത് നമ്മുടെ റേഷൻ കടകൾ വഴി, റേഷൻ സിസ്റ്റത്തിലൂടെ വളരെ പാവപ്പെട്ട, നമ്മുടെ രാജ്യത്തിലെ വളരെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയിൽ ചീപ്പായിട്ട് ഫുഡ് ഗ്രെയിൻസ്, ധാന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഉത്തരവായിട്ടുള്ള സ്കീമാണ് അന്നപൂർണ സ്കീം. അന്നപൂർണ സ്കീമാണ് എന്ത്? ഇറ്റ് പ്രൊവൈഡ്സ് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് ടു പുവർ സീനിയർ സിറ്റിസൺസ് ഹു ഡു നോട്ട് റിസീവ് പെൻഷൻ. അതായത് ഒരു ഇൻകവും ഇല്ലാത്ത, പെൻഷൻ ഒന്നും ലഭിക്കാത്ത വളരെ നമ്മുടെ സീനിയർ സിറ്റിസൺസ്, പാവപ്പെട്ട വൃദ്ധരായിട്ടുള്ള നമ്മുടെ സിറ്റിസൺസിന് ഫ്രീ ആയിട്ട് ധാന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് അന്നപൂർണ സ്കീം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. അതും ഗവൺമെന്റ് സ്കീമാണ്. അതിലൂടെ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഗ്യാരണ്ടീസ്
100 days ഓഫ് എംപ്ലോയ്മെന്റ് ടു റൂറൽ ഫാമിലീസ് ഈച്ച് ഇയർ. ഓരോ വർഷവും നമ്മുടെ നാട്ടിൻ പുറത്തുള്ള റൂറൽ ഏരിയാസിലുള്ള ഫാമിലികളിലെ ആളുകൾക്ക് 100 ദിവസം വരെ എംപ്ലോയ്മെന്റ്, അതായത് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ, ആ പദ്ധതിയാണ് ഇത് കേട്ടോ. ഇനി അടുത്ത സ്കീമാണ്, പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹരി റോസ്ഗർ യോജന എന്ന് പറയുന്നത്. ഇതിലൂടെ ചെയ്യുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ അർബൻ പുവർ. അപ്പോ നമ്മൾ MGNREGA എന്ന് പറയുന്നത് എന്താണ്, റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ അർബൻ ഏരിയാസിലുള്ള, അതായത് നമ്മുടെ പട്ടണങ്ങളിലുള്ള അർബൻ ഏരിയാസിലുള്ള ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹരി റോസ്ഗർ യോജന എന്ന് പറയുന്നത്. അപ്പോ നമ്മള് ഡിസ്കഷൻ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.